അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇത് വകുപ്പിൻ്റെ സ്ഥലമാണെന്നും പറഞ്ഞ് വന്നാൽ ഞങ്ങൾ എങ്ങനെ ഇറങ്ങിക്കൊടുക്കും? ഞങ്ങൾക്ക് ഈ കുടിയിറക്ക് ഭീഷണി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണ്ട. ഞങ്ങളുടെ മക്കളുടെ ജീവിതം നാശമോശമായിക്കണിപ്പ. വഖഫ് ബോർഡിന്റെ അവകാശവാദത്തെ തുടർന്ന് മുനമ്പം ചെറായി മേഖലയിലെ 600ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ കുടിയിറക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ നിന്ന് കുടിയിറക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരാകട്ടെ ഇപ്പോൾ വലിയ നിസ്സഹായതയാണ് നേരിടുന്നതും. ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ ജീവിക്കേണ്ടവരാണ്, ജീവിച്ചതാണ് വർഷങ്ങളായിട്ട്. ഒരുപാട് 10, 50, 55 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ്. ഞങ്ങൾ ഇന്ന് ഈ കടലമ്മനോട് മല്ലടിച്ച് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് ഈ കുടിയിറക്ക് ഭീഷണി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണ്ട. അതോർക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല. കൊച്ചു കുട്ടികൾക്ക് പഠിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കണില്ല. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയാണിത്. 35 വർഷങ്ങൾക്ക് മുമ്പ് കാശ് കൊടുത്ത് മേടിച്ച് ഞങ്ങൾ 55 വർഷം ഞാനിവിടെ വന്നിട്ട്, ഞാനും ഇവരൊക്കെ ഒന്നിച്ച് വന്നതാണ്. എന്നിട്ടും ഞങ്ങൾ ഈ ഭൂമി ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനോ ഒന്ന് അവർക്ക് അങ്ങാടും പണയം വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സാഹചര്യമൊന്നും ഞങ്ങൾക്കില്ല. അവർ 2 വർഷമായിട്ട് ഞങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള തീരുമാനങ്ങളാണ് അവർ പറയണത്. ഞങ്ങൾക്ക് സാധിക്കില്ല. നമ്മളിപ്പോ ഈ കരടയ്ക്കാനോ അങ്ങനെയൊന്നും മറ്റേ റവന്യൂവിന്റെ ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നില്ലല്ലോ. ഒരു ക്രമങ്ങളും ഞങ്ങൾക്ക് നടക്കണില്ല. ഞങ്ങൾ അതിന്റെ ഇടയിൽ ഞങ്ങൾ കരടച്ച് അത് വഖഫിന്റെ പേരിലാണ് ഞങ്ങൾ കരടച്ചെന്നാണ് അവർ പറയുന്നത്. അതെ, വഖഫിന്റെ സ്ഥലമാണെന്ന് അവർ പറയണ്. ഞങ്ങൾക്ക് അറിയില്ല. അത് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയില്ല. ഞങ്ങൾ 15 വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് കടൽ ഞങ്ങളുടെ മുറ്റത്ത് ഞങ്ങൾ താമസിക്കുന്ന ഈ കൊച്ചു കുടിൽ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ അടുത്ത് വന്ന് കടൽ ഞങ്ങളെ കുത്തേണ്. അത് നേരം വിളിക്കുമ്പോൾ ഞങ്ങൾ ജീവിച്ചിരിപ്പണ്ടാന്ന് എൻ്റെ സംശയമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തത്. എന്നിട്ട് ഇന്നും ഞങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിച്ചിട്ടും അത് നമ്മുടേതല്ല എന്ന് പറയുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ കുടിയിറക്ക് ഭീഷണിയിൽ ഞങ്ങളെ എങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് എന്ത് പറയണമെന്നെങ്കിലും പറയട്ടെ. ഞങ്ങൾ മരിച്ചിട്ടല്ലാണ്ട് ഇതിന്ന് പോകൂല. അത് ആര് പറഞ്ഞാലും ശരിയാണ്. ഞങ്ങൾ ഒരിക്കലും പോകൂല മോനെ. പോകൂലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാത്രി പോയി ഇത്തലിവാരിൽ കഴിഞ്ഞ് വന്നിട്ട് അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഈ ഓലയും ഇതൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ചെറ്റപ്പര വെച്ച് കെട്ടിയാണ് ഞങ്ങളിവിടെ താമസിച്ചത്. അപ്പം ഈ പുല്ല് പറിച്ചും പിടിച്ചെന്ന് പറഞ്ഞാൽ ഒരു കൽപ്പടി പോലും ഇവിടെ വരാൻ റോഡും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അതിൽ പിന്നെയാണ് ഇവിടെ ഈ സീവാളും ഈ റോഡും ഒക്കെ വന്നത്. അന്നേരമൊക്കെ ഞങ്ങൾ ഈ കടലിൽ പോയി ഇത്തല് വാരി രാത്രി ഇത്തല് വരാൻ പോകും. പിന്നെ മീൻ ചിക്കിയിടും. നേരം വെളുത്ത് പോയി ഉണക്കി അത് വാരിക്കൊടുക്കും. പിന്നെ ഓലമടയാൻ പോകും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. എൻ്റെ ഭർത്താവിന് മാനസിക രോഗമായിരുന്നു. ഞങ്ങൾ 2 പിള്ളേരും കൊണ്ടിരിക്കുക. അതിൽ ഇളയ മോനും അതേപോലത്തെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് ഭർത്താവ് മരിച്ചുപോയി. ഇനിയിപ്പോൾ ഒരു മോൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിവിടെ ഒത്തിരി കഷ്ടപ്പാട് കഴിച്ചിട്ടാണ്. ഒന്ന് കിടന്നുറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. അത്രയും കഷ്ടപ്പെട്ടാണ് ഇത് ജീവിച്ചത്. ഇന്നിപ്പോൾ ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ ഞങ്ങൾ പോകുമോ? ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതാണ്. ഈ മീനൊടിക്കിയ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചത് അന്ന്. അല്ലാണ്ട് വേറെ ഒരിതും അന്നത്തില്ല. ഇന്നിപ്പോൾ വീടൊക്കെ പണിത്, ഇന്നിപ്പോൾ ഇവർ വന്നെന്ന് പറയണത് വീടുകളൊക്കെ പണിത് കറണ്ട് വന്ന് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ മുറ്റത്താണ് കിടന്നുറങ്ങണത്. എന്താണെന്ന് വെച്ചാൽ പെരക്കാത്ത കിടന്നുറങ്ങാൻ ലൈറ്റില്ല, ഫാനില്ല, ഒന്നുമില്ല. അപ്പം അന്നെന്ന് പറയണ പേടിയില്ല. മുറ്റത്ത് നമുക്ക് കിടക്കാം. എല്ലാവരും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇന്നത് പറ്റൂല. അപ്പം ഇന്നിപ്പോൾ ഫാനുണ്ട്, കറണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്, വീടും പണിത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇവിടെ റിസോർട്ടുകളോ ഇതൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഇവരുടെ സ്ഥലങ്ങളെന്നും പറയും ഇവർ വന്നി. ഇപ്പം ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുമോ? ഞങ്ങൾ ഒരിക്കലും കൊടുക്കൂല. ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചു തന്നിരിക്കുന്നതാണ്. ഞങ്ങളിവിടെ വന്നിട്ട് 52 കൊല്ലമായി. എൻ്റെ മൂത്ത മോന് 80 ദിവസമുള്ളപ്പോഴും ഞങ്ങളിവിടെ വന്നതായിരുന്നു. ഇന്ന് എൻ്റെ മോന് 51 വയസ്സ് കഴിഞ്ഞ് 52ാമത്തെ വയസ്സാണിത്. അത്രയും കൊല്ലങ്ങളായി ഞങ്ങളിവിടെ താമസിച്ചിട്ട്. അപ്പം അത്രയും നാളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നൊരു വീടുണ്ടാക്കി ഞങ്ങൾ ഇന്ന് തരക്കേടില്ലാത്ത ഒരു ജീവിതത്തിലോട്ട് അങ്ങോട്ട് ആയേക്കിടുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർക്ക് സീവാള് വന്ന്, റോഡ് വന്ന്, റിസോർട്ടുകളൊക്കെ വന്നപ്പോൾ സ്ഥലത്തിന് വിലയായി. കുറേ ആളുകളൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആ വില കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ നമ്മളോട്
ഞങ്ങളോട് പോകാൻ പറഞ്ഞാൽ നമ്മ പോവോ? ഒരിക്കലും പോകൂല. ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണത്. അന്ന് ഏതാണ്ട് 100 രൂപ 125 രൂപയ്ക്കുള്ള സമയത്ത് ഞങ്ങളോട് 250 രൂപ വെച്ചാണ് ഒരു സെന്റിന് ഇവർ പൈസ മേടിച്ചത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച സ്ഥലത്ത് ഞങ്ങൾ ഇനി പോകാൻ തീരുമാനിച്ചിട്ടില്ല. മുനമ്പം ചെറായി ഭാഗത്തെ തീരദേശ ജനത വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഇരകളായി മാറുന്നു എന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഞങ്ങളെന്ന് വെച്ചാൽ ജനിച്ച് വളർന്ന നാടാണിത്. ഞങ്ങളുടെ പൂർവികര് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ കോളേജുകാരുടെ സ്ഥലമുണ്ട്, വഹപ്പ് ബോർഡെന്ന് പറഞ്ഞൊരു പേര് ഞങ്ങൾ ഇന്നുവരെക്കും കേട്ടിട്ടില്ല. 10-60 വർഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ ജീവിക്കണത്. ഞങ്ങൾ ഈ ഒരു പേര് ഞങ്ങൾ ഈ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ കേൾക്കണത്. വഹപ്പ് ബോർഡിൻ്റെയാണ് ഈ സ്ഥലമെന്ന്. പക്ഷെ ഞങ്ങളുടെ ഓർമ്മയിലില്ല. 25 കൊല്ലത്തോളമായിട്ടുണ്ട് ഞങ്ങളിവിടെ താമസിക്കും. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇത് വഹപ്പിൻ്റെ സ്ഥലമാണെന്നും പറഞ്ഞ് വന്നാൽ ഞങ്ങൾ എങ്ങനെ ഇറങ്ങിക്കൊടുക്കും? ഇതെവിടെ പോവും ഞങ്ങൾ? ഈ നിയമസഭയിലിരിക്കുന്നവർ ഇതൊന്നും അറിയുന്നില്ലേ? ഇവരെന്താണ് കണ്ണടക്കണ ഞങ്ങളുടെ നേരെ? ഇവർക്ക് വേണ്ടല്ല വീടും കുടുംബവും ഒക്കെ സ്ഥലങ്ങളൊക്കെ. ഒരു നാളിൽ ഞങ്ങളുടെ എന്നും പറഞ്ഞു ചെന്നാൽ ഇവരെന്ത് പറയും? ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കണ്ണടച്ച് നിയമസഭയിൽ ഇതെല്ലാം പല ആളുകളും വന്നിട്ടുണ്ട്. ഇപ്പൊ എത്ര ദിവസം ഈ നിരാഹാരം ഇരിക്കുന്നു. എന്നിട്ട് ഓരോരുത്തരും വന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്താ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്തത്? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഒരിക്കലും ഇവിടുന്ന് പോകില്ല. ഞങ്ങളുടെ മരണം വരെ ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കണം. 3-4 തലമുറകൾ ഇനിയും വരെയാണ്. ആ സമയത്ത് അതുങ്ങൾക്ക് പഠിക്കണം. ഈ പട്ടയം എവിടെയെങ്കിലും കൊണ്ട് വെക്കാനായിട്ട് സാധിക്കണില്ല. അവരുടെ ഇതിൽ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിട്ട് ഒരു ഇതുമില്ല. ഞങ്ങൾ മരിച്ചാലും ഇവിടെ കിടന്ന് തന്നെ മരിക്കും. ഞങ്ങൾ ഒരു സ്ഥലത്തും പലായനം ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും വേണ്ടേ? അതപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. ഇപ്പം തന്നെ ഒത്തിരി ആളുകൾ വന്നു കഴിഞ്ഞ് ഇവിടെ നിന്നെല്ലാമാണ് പാലക്കാട് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് വന്ന് പറയേണ്ട ഞങ്ങളെ കൂടെ ഉണ്ടാവുന്നു. ഇപ്പം അഴീക്കോടുകാർ ജാഥയായിട്ട് വന്നു. അവരും പറയുന്നത് ചിലപ്പോൾ ഒരു സമയത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ഥലം അവരുടെ എന്നും പറഞ്ഞ് വന്നാലാ അപ്പോഴും നിങ്ങളുണ്ടാവും, നിങ്ങളുടെ ഭാഗത്തും ഞങ്ങളുണ്ടാവും. എല്ലാവരും ധൈര്യം തരുന്നു. അല്ലാതെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ധൈര്യം തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ വർഷങ്ങളായില്ലേ ഇവിടെ ജീവിക്കണത്. അപ്പോൾ ഒരു ഇതിൽ വന്നിട്ട് അവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. അന്ന് ആ നാളിൽ ഒരു സെൻറ്റിനൊക്കെ 100 രൂപയൊക്കെ ഉണ്ടായില്ല അന്ന് മേടിച്ചപ്പോൾ. ഇന്നങ്ങനെയല്ല, അതിൽ കൂടുതൽ കൊടുക്കണം. പക്ഷെ ഞങ്ങളത് അവിടെ തന്നെ ആ 100 രൂപ കൊടുത്ത് മേടിച്ച സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് വിട്ട് വേറെ ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ ജനിച്ചു വളർന്ന നാടല്ലേ. ഈ വർഷങ്ങളായിട്ട് ഇപ്പോൾ 40-45 വർഷവും ഞങ്ങൾ ഇവിടെ കുടിയന്മാരായിട്ട് താമസിക്കണം. കുടിയന്മാരെന്ന് പറഞ്ഞാൽ കുടിയന്മാരെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ മകബോട്ടിൻ്റെ കുറേ സംഭവം എന്ന് പറഞ്ഞാൽ 615 വീട്ടുകാരുണ്ട് ഇവിടെ മൊത്തം ചെറായോട് ഇങ്ങോട്ട്. അപ്പം ഞങ്ങളുടേതായ അവകാശം ഞങ്ങൾക്ക് കിട്ടണം. മകബോട്ടിൻ്റെ ഒരു ഓഫീസും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവർ പറയണത് അവരുടേതായ ഭൂമിയാണെന്ന് പറയുന്നത്. 4 ഏക്കർ അവർ കടലെടുത്ത് പോയ ഭൂമി വരെ മരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആകെയുള്ള ആ പഴയ ഒരു തുണ്ട് ഭൂമിയാണ് ഇവിടെ ഉള്ളത്. അത് ഞങ്ങൾ കുടിയന്മാരായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പൈസ കൊടുത്ത് സർക്കാരിൽ നിന്ന് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഭൂമിയാണ്. ഞങ്ങളുടെ പൈസ മേടിച്ചിട്ടുണ്ട്. അവർ ഫറൂക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവർ കോളേജ് പണിത്. ഞങ്ങളുടെ പൈസ മേടിച്ചിട്ട് ഒരു കോളേജ് പണിത്. ഇപ്പം കോഴിക്കോട് കോളേജ് പണിതാക്കണം. ഞങ്ങളുടെ പൈസ മേടിച്ചിട്ടുണ്ടായിട്ടാണ്. ഞങ്ങൾക്ക് ആ ഭൂമി ഞങ്ങൾക്ക് അവർ കരടപ്പിച്ച് പട്ടയം തന്ന് ഞങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ട് പോയേക്കണം അവർ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇപ്പം ഞങ്ങൾ ഈ മുനമ്പം നിവാസികളതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും കുടിയിറക്കി വിടാൻ പോലെ ഞങ്ങൾ അച്ഛൻ വരെ പോരാടും. ഞങ്ങൾ എന്തെന്നായാലും പുതിയൊരു അവകാശവും പറഞ്ഞ് അവർ വന്നിട്ടുണ്ട്. പക്ഷേ ആ അവകാശങ്ങളൊന്നും തന്നെ ശരിയല്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് പൈസ കൊടുത്ത് അവരിൽ നിന്ന് മേടിച്ച ഭൂമിയാണ്. പിന്നെ പൈസ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് എന്തവകാശം? അവർക്ക് ഒരവകാശമില്ല. പിന്നെ എന്തിനാ ഞങ്ങളെ ഇതിനെ പേരിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അവരുടെ സ്ഥലമാകണം എങ്ങനെയാണ്? ഞങ്ങൾ പൈസ കൊടുത്ത് അവരുടെ നിന്ന് മേടിച്ച സ്ഥലമല്ലേ? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അവരുടെ നിന്ന് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച സാധനം പിന്നീട് അവർ അവകാശം പറഞ്ഞു വന്നാൽ എന്ത് കാര്യം? എല്ലാവിധ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ ഒഴിപ്പിക്കാമല്ല. ഈ കേസിനും പക്കാലത്തിനും പോകണ്ടല്ലോ, നേരെ വന്ന് ഒഴിപ്പിക്കാമല്ല. അപ്പോൾ അവരെന്താ ഇത് ചെയ്യാത്തത്? അപ്പോൾ എല്ലാവിധ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളോട്ട് ഒഴിഞ്ഞു പോവുകയുമില്ല. ഇവരെന്ത് തന്നെ തല കുത്തി പറഞ്ഞാലും ശരിയാണ്, ഇവിടെ നിന്നൊരു കുഞ്ഞു പോവില്ല, വിട്ടും കൊടുക്കൂല ഈ ഭൂമി ആര് തന്നെ വന്നാലും.
വഖഫ് ബോർഡിന്റെ അന്യായമായ അവകാശവാദത്തെ തുടർന്ന് തീരദേശ ജനത ഏറെ ഭയാശങ്കയോടെയാണ് ഓരോ ദിനവും തള്ളി നീക്കുന്നത്. 41 വർഷമായി ഞാനിവിടെ വന്നിട്ട്, കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട്, അന്നോടെ ഞങ്ങൾ ഇവിടെ ഇച്ചിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചാണെങ്കിലും ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ വഖഫ് എന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് എന്താണ് എന്ന് പോലും മനസ്സിലാകുന്നത്, വഖഫ് എന്താണെന്ന്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതുപോലെ പുറപ്പെട്ടപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം, ഇതിൻ്റെ ഈ ദുർഭൂതം, വഖഫ് എന്നിപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു വലിയൊരു ദുർഭൂതമായിട്ടാണ് തോന്നുന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാതിരിക്കാൻ പറ്റൂല, രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഇതിൽ നിന്നൊരു ശാശ്വതമായൊരു മോചനം ഞങ്ങൾക്ക് വേണം. അത് ഏത് വഴിക്കെങ്കിലും ഞങ്ങൾക്കത് കിട്ടിയിരിക്കണം. ഇപ്പോൾ വലിയൊരു ആശങ്കയാണ്, എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങും പോകാനില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഓരോ ദിവസങ്ങളും. അതിനൊരു ശാശ്വതമായൊരു പരിഹാരം നമ്മൾക്ക് അത്യാവശ്യമാണ്. അതാണ് ഞങ്ങൾക്ക് എത്രയും വേഗം കിട്ടിയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാ രേഖകളോടും കൂടി ഞങ്ങൾ പൈസ കൊടുത്ത് ഞങ്ങൾ കടലിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടതാണ്. എൻ്റെ ഭർത്താവൊക്കെ കടലിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വാങ്ങിയ ഭൂമിയാണ് ഞങ്ങളുടെ. ഇത് ഇത്തിരി കുളമുള്ളെങ്കിലും അതൊത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് കിട്ടിയ സ്ഥലമാണ്. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്നിട്ട് അത് ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നേക്കണം, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ. ഞങ്ങളിപ്പോൾ ഇവിടെ ആരുമല്ല എന്നുള്ളൊരവസ്ഥയായി. അത് ഒരിക്കലും നമുക്ക് നമ്മളീ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളീ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതാണെന്നും എല്ലാമാണെന്നും നമ്മൾ പഠിച്ചേക്കണത്. എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. എന്താണ് സംഭവം എന്നുള്ള ഒരു പിടിയുമില്ല. ജനാധിപത്യപരമായ ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊന്ന് എന്താണ് ഇത് സംഭവം എന്ന് നമുക്ക് മനസ്സിലാകണില്ല. ഇങ്ങനെയൊക്കെ ആണോ എന്ന് അത്ഭുതമായി പോവുകയാണ് നമുക്ക്. അപ്പം അതാണ് അവസ്ഥ. നമുക്ക് ഇതിൽ നിന്നൊരു ശാശ്വതമായൊരു മോചനം നമുക്ക് കിട്ടിയിരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങും പോകാൻ പറ്റൂല, ഞങ്ങൾക്ക് അതിന് പറ്റൂല. ഞങ്ങൾക്ക് ഇതിന് ശാശ്വതമായിട്ട് പരിഹാരം കണ്ടിരിക്കണം. അപ്പം ഈ വഖഫിൻ്റെ ഈ ദുർബോധത്തിൽ നിന്ന് ഞങ്ങൾക്കത് മോചനം കിട്ടിയിരിക്കണം. അതാണ് നമ്മളുടെ ആവശ്യം. ഇത്രയും പെട്ടെന്ന് സർക്കാർ ആണ് ഇതിൻ്റെ തീരുമാനം എടുക്കേണ്ടതല്ല, സർക്കാരാണ് ഇതിന് തീരുമാനം എടുക്കേണ്ടത്. അപ്പം അത് കിട്ടണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അത്യാവശ്യമായൊരു കാര്യം. ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ അമ്മയും അപ്പനും എല്ലാ കുടുംബമായിട്ട് അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ തന്നെ അത് അമ്മയുടെ കയ്യിൽ നിന്ന് ഇത് കോളേജിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ പേരിലാണ് ഇതിൻ്റെ ആധാരം കൊടുത്തത്. അതിനുശേഷം അമ്മ മരിച്ചുപോയി, എൻ്റെ പേരിലാണ്. എൻ്റെ പേരിൽ കരം കെട്ടാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായി. അപ്പോൾ ഇത് അങ്ങനെയാണ്. അന്ന് വഖഫ് ബോർഡാണോ അല്ലെങ്കിൽ അങ്ങനെ ബോർഡാണോ എന്ന് ഞങ്ങളറിയില്ല. പണം കൊടുത്തു, അന്നത്തെ വിലയല്ല അന്ന് പണം കൊടുത്ത് തന്നെ. അതല്ലാതെ തന്നെ പറയാം, അതിനു മുമ്പ് തന്നെ ഇത് ഇരുന്നപ്പോൾ അതിൽ താമസിച്ചിരുന്ന ആളുകൾ തുടങ്ങി ഇങ്ങനത്തെ ഇതുകൾ വന്നപ്പോൾ ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഇതിൽ എന്നാണെന്നാണ് പറയുന്നത്. ഫറൂഖ് കോളേജ് ഞങ്ങൾക്ക് ഇത് തന്നത് അത് രേഖകൾ. അതിന് ശേഷം ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അത് ഇത്രയും കൊല്ലമായിട്ട് അതിന് കരം കെട്ടുന്നു അല്ലെങ്കിൽ ഇതുകൾ ചെയ്യുന്നു. ഞങ്ങൾ ഇതായിട്ട് ഇപ്പം എൻ്റെ കൊച്ചുമോനെ കൊണ്ടുപോകും 3ാം തലമുറ ഞാനായിട്ട് തന്നെ ഉണ്ട്. എൻ്റെ കാരണന്മാരായിട്ടുള്ളത് വേറെ അവിടെ നിൽക്കട്ടെ. അത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് ഇത് ആരെങ്കിലും ഓടി വന്ന് ഇതെൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് തരുന്നത്? ഇവിടെ എന്താണ് ഇപ്പോൾ ഇത് വന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ ഇവിടെ ഏതെങ്കിലും ആളുകൾ അല്ല തന്നത്. ഇത് കൊടുക്കുന്നത് ഇത് തന്നത് ഞങ്ങളല്ല, കരം കൊടുക്കുന്നത് ഞങ്ങൾ സർക്കാരിനാണ്. ഈ സർക്കാർ ഇവിടെ കാലങ്ങളായിട്ട് ഭരിച്ചു പോയ സർക്കാരിനറിയാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കരം മേടിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്നല്ലേ മേടിച്ചത്, അല്ലെങ്കിൽ വേറെ ഇതിലല്ലല്ലോ മേടിച്ചത്. ഈ വഖഫ് ബോർഡ് ഇതുവരെയും കരം കെട്ടിയിട്ടുണ്ടോ? ഇത് ഞങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ചവർക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പറയാനുണ്ട്. വഖഫ് ബോർഡ് കരം കെട്ടിയിട്ടുണ്ടോ? ഞങ്ങളിവിടെ കുറേ മത്സ്യത്തൊഴിലാളികൾക്ക് വിവരമില്ല എന്ന് പറയുന്ന ഇതൂടെ മത്സ്യം കൂട്ടുന്ന ആളുകൾക്ക് മത്സ്യം തിന്നുന്ന ആളുകൾക്ക് മാത്രം വിവരമുണ്ടെന്ന് പറയുന്ന ഇതിലേക്ക് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും ചവിട്ടിയതിൻ്റെ പുറത്ത് നിന്ന് ചവിട്ടി തുപ്പി പിന്നെ അതിനേലും ഇത് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചുങ്ങൾ നാളെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്നല്ല. ഞങ്ങൾ ഇത് ഇത്രയും ഇതായിട്ട് എല്ലാം പടുത്തുയർത്തി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു വരാം. അതൊരിക്കലും ഒരു മുസ്ലിം സംഘടനയെ പറ്റി അവർ പറയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നുവരെയും പഠിച്ച ഇതുകളൊക്കെ. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ചവിട്ടി തുപ്പുമ്പോൾ ആ പാരമ്പര്യവും ആ മനസ്സും എല്ലാവരും മനസ്സിലാക്കുക. ഞങ്ങളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികളുടെ മേത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ മേത്ത് അതിൻ്റെ ശാപം അവർക്കുണ്ടാവും.
അത്രയും ഞങ്ങൾ പറയുന്നു. എല്ലാ രേഖകളുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് തീരദേശ ജനത. നമ്മൾ ജനിച്ച വീടാണ്, ജനിച്ച മണ്ണിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. നമ്മൾ കളിച്ച് വളർന്ന നാടും വീടും ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും ഉപേക്ഷിക്കുമോ? ഇല്ല. അതുപോലെയാണ് ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ കളിച്ച് വളർന്ന നാടിനോടുള്ള ഇത് നമ്മളെപ്പോഴും കാത്തോളും. അതിനെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കും എന്നാണുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടേതായ കാര്യങ്ങൾ ഇപ്പം നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത് തന്നെ. അവരുടെ മക്കളെ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ച്, ഡോക്ടറിന് പഠിക്കുന്ന പിള്ളേരുണ്ട്, വക്കീലിന് പഠിക്കുന്ന പിള്ളേരുണ്ട്, അങ്ങനെ ഓരോ രീതിയിലും പഠിക്കുന്ന മക്കളാണ് ഇവിടെ ഉള്ളത്. ആ പിള്ളേരെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കടലിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ കഴിയുന്നത് തന്നെ. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ പട്ടയങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ആശ്രയമുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആധാരങ്ങളുള്ളതാണ്. ഈ ആധാരങ്ങൾ മുൻപ് ഞങ്ങൾ പണയം വെച്ചിട്ടുണ്ട്, അന്നും ഇല്ലാത്തൊരു ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുമ്പ് ഞങ്ങൾ ആധാരങ്ങൾ പണയം വെച്ച് തന്നെയാണ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ കണ്ടിരുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ആളുകൾ എല്ലാവരും മക്കളെ കെട്ടിക്കാനായാലും എന്ത് കാര്യത്തിനായാലും ഈ ആധാരങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇതിന് ഇവിടെ പണയം വെച്ചാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടിരുന്നത്. ഇപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റികൾ ഇപ്പം സഹകരണ ബാങ്കുകളാണ് ഞങ്ങൾ ആശ്രയിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളെ ഞങ്ങൾ ആശ്രയിച്ച് വെച്ചത്. ഇപ്പം അവരാരും നമ്മളുടെ ഇത് ഇപ്പം നിങ്ങളുടെ ഭൂമി വഖഫ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ കരമടച്ച് നമുക്ക് തരുന്നുണ്ടായിരുന്നില്ല. കരമടക്കിൽ ഇപ്പോൾ സാധ്യമെങ്കിലും വഖഫ് ബോർഡിന് വേണ്ടിയിട്ടാണ് കരമടക്കുന്നുള്ള രീതിയിലായിട്ട് ഞങ്ങൾക്ക് വന്നത്. ശരിക്കും ഇപ്പം സ്ഥലം വഖഫിന്റെ ആണെന്നൊരു ഇത് വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും ഇല്ലല്ലോ. എന്നുവെച്ചാൽ ഞാൻ ജനിച്ച് വളർന്നത് ഇവിടെയാണ്. എന്നുവെച്ചാൽ എൻ്റെ കാരണന്മാരായിട്ട് ഇവിടെയാണ്, എന്നെ കെട്ടിച്ചത് ഇവിടെ തന്നെയാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സ്വന്തം സ്ഥലമല്ലേ. ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു 2022 വന്നിരുന്നുകൊണ്ടും ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് അതുകൊണ്ട് ആർക്കും സാധിക്കില്ല. 45 വർഷമായി ഞങ്ങൾ ഇവിടെ ഈ സ്ഥലം മേടിച്ച് പാർക്കണത്. ഒരു ചെറ്റക്കുടിയിൽ നിന്ന് ഞങ്ങൾ ജീവിച്ചു പോകുന്നതാണ്. അന്ന് ഇത് കേസ് പറഞ്ഞ് ജയിച്ച് ഞങ്ങൾ സ്വന്തമാക്കിയതാണ് ഈ സ്ഥലം, കാശ് കൊടുത്ത് മേടിച്ചേക്കണതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പട്ടയവും ഉണ്ടാക്കി പോക്കുവരവും നടത്തി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജീവിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ അവർ വന്നുകൊണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതിനെന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? പറയണതിനൊരു മര്യാദ ഉണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ കുറേ സ്ഥലങ്ങളൊന്നുമില്ല, 3.5 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾക്ക് ആകപ്പാടുള്ളത്. അതിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും, അങ്ങനെ പറ്റൂല. എൻ്റെ കെട്ടിയ മത്സ്യത്തൊഴിലാളിയായിരുന്നു, എൻ്റെ മോനും മത്സ്യത്തൊഴിലാളി. ഇപ്പം മോനില്ല, മോൻ്റെ പെണ്ണാണിത്. 2 ചെറിയ കൊച്ചുങ്ങളാണുള്ളത്, 10ലും 8ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ മറ്റുള്ള തൊഴിലെടുത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. വേറൊരു വരുമാനം ഞങ്ങൾക്കില്ല, സ്ഥലവുമില്ല. ഈ 3.5 സെൻറ്റ് സ്ഥലമാണ് ആകപ്പാടുള്ള ഈ ഒരു കൊച്ചു വീടുമാണ്. അതിൽ നിന്ന് ഞങ്ങളോട് മാറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് എവിടെ പോകാനും ഒരു മാർഗമില്ല, വേറെ മേടിക്കാനും ഇല്ല, ഒന്നിനും ഒരു മാർഗമില്ല. ഞങ്ങൾ അതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തന്നെയല്ല നമ്മളിത് പൈസ കൊടുത്ത എല്ലാ രേഖപ്രകാരം താമസിക്കുന്ന അല്ല നമ്മൾ കൈയേറിയിട്ടുള്ള അല്ല, ഞങ്ങൾ കൈകയറിയേക്കണതല്ല. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലം അത് കഴിഞ്ഞ് കേസ് പറഞ്ഞ് ആ കേസിൽ നിന്ന് ജയിച്ച് ഈ സ്ഥലം അവർ പറഞ്ഞ കാശ് കൊടുത്ത് നമ്മ ഇത് മേടിച്ചേക്കണതാണ്. അന്ന് 35 വർഷങ്ങൾക്ക് മുന്നേ കേസ് ജയിച്ച് ഞങ്ങൾ പട്ടയം ഞങ്ങൾക്ക് കിട്ടിയതാണ്. അത് കഴിഞ്ഞ് പോക്കുവരവും ഒരു 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ പോക്കുവരവും നടത്തി. ആ സ്ഥലത്ത് ഇതാണ് ഇപ്പൊ ഈ സ്ഥലം ഇവിടെ ഈ മേഖലയിലൊക്കെ ഒത്തിരി റിസോർട്ടുകളൊക്കെ ഒന്ന് സ്ഥലത്തിനൊക്കെ വില കൂടിയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അതായിരിക്കും അവർക്ക്. ഇപ്പൊ അത് എല്ലാവരും ഇങ്ങനെ കുറെ കാശുകളൊക്കെ മേടിക്കണം. ഞങ്ങൾക്ക് അതൊക്കെ കുറെ കാശ് കൊടുത്ത് ഇനി മേടിക്കാൻ യാതൊരു വഴിയില്ല. വേറെ ഒരു 10 സെന്റ് സ്ഥലം മേടിക്കാനല്ലേ, 2 സെന്റ് സ്ഥലം മേടിക്കാൻ പോലും ഞങ്ങൾക്കൊരു മാർഗവും ഇല്ല. അപ്പൊ ഈ പറയുന്ന ഇതിനകത്തൊരു സർക്കാർ തന്നെയാണ് ഒരു ഇടപെടൽ വേണം. അല്ലാണ്ട് ഇപ്പൊ നമ്മ കുറെ ആളിങ്ങനെ കിടന്ന് മറുപടി കൂട്ടിയിട്ട് കാര്യമില്ല. അവര് തന്നെ കനിയണ്ടേ ഞങ്ങളുടെ നേരെ. അവര് കനിയാതെ ഞങ്ങൾക്ക് ശരിയായി കിട്ടണം എങ്ങനെയാണ്? പരിഹാരം ഉണ്ടാക്കി തരണം ഞങ്ങൾക്ക്, അതാണ് വേണ്ടത്. അല്ലാണ്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? നിങ്ങൾക്ക് ഇത് ഈ അവകാശം വന്നുകൂടി തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഞങ്ങൾ ഇത് ഇത്രയും കാലം ജീവിച്ച കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവണ കാര്യമാണ്? അത് ശരിയാവൂല. എന്താന്ന് വെച്ചാൽ ഇത്രയും വർഷമായി ഞങ്ങളിവിടെ പാർക്കണത്. ഞങ്ങളേലും മുന്നേ ഇപ്പം പാർത്തിരുന്ന ആളാണ് ഇവരെല്ലാവരും. ഞാൻ വേറെ സ്ഥലത്തു നിന്ന് എന്നെ കെട്ടിക്കൊണ്ടുവന്നതാണ്. 45-46 വർഷമായി ഞാനിവിടെ താമസിക്കണത്. 35 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ പട്ടയം കിട്ടിയിട്ട് എല്ലാം ചെയ്ത പോക്കുവരവ് നടത്തി എല്ലാം ചെയ്തേക്കണ ഒരു സ്ഥലത്ത് ഇപ്പം ഇത് അവരുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും?
അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇത് ആർക്കും വേണ്ടാത്തൊരു സ്ഥലമായിരുന്നു. ഞാൻ കഴിഞ്ഞ 13-14 വർഷങ്ങളായിട്ട് ഈ സ്ഥലമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നേരത്തെ ഉണ്ടായത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് ആർക്കും വേണ്ടാത്തൊരു സ്ഥലം. ഇപ്പോൾ വികസനം വന്ന് കഴിഞ്ഞ 15 വർഷങ്ങൾക്കുള്ളിലാണ് ഒത്തിരി ഡിമാൻഡുകൾ വന്നത്, ടൂറിസം പ്രൊമോഷൻ കിട്ടിയതും അതുപോലെ തന്നെ ഒത്തിരി റിസോർട്ടുകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു പലരും ഇവിടെ ഈ സ്ഥലം ആക്രമിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിനു മുമ്പ് ഈ സ്ഥലം ആർക്കും വേണ്ടായിരുന്നു, വികസനം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഞങ്ങളിവിടെ വരുന്നത് 1994-ലാണ്. ആ സമയത്ത് ഇവിടെ കുടിലുകളായിരുന്നു, കറണ്ട് പോലും ഉണ്ടായിരുന്നില്ല, വെള്ളം ഉണ്ടായിരുന്നില്ല, ആകെ ഒരു BSNL ടെലിഫോൺ കണക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർക്കും വേണ്ടാത്തൊരു സ്ഥലം. പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്, മത്സ്യത്തൊഴിലാളികളാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഇന്നൊരു വികസനം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലം അവർക്ക് വേണമെന്ന രീതിയിൽ പ്രത്യേകിച്ച് വഖഫ് ബോർഡ് ഇതൊക്കെ ഉന്നയിക്കുന്നത്. സർക്കാരിൽ ഇതിനകത്തൊക്കെ ഒരു ഇടപെടൽ നടത്തേണ്ടത്, ഈ സാധാരണക്കാരെ കരുതേണ്ടത് സർക്കാരല്ലേ? തീർച്ചയായിട്ടും സർക്കാരാണ് ഇത് ചെയ്യേണ്ടത്. കാരണം ഇവർ പാവപ്പെട്ടവരാണ്, ഇവർക്ക് വാല്യൂ ഇല്ല. പല രാഷ്ട്രീയ നേതാക്കളും വന്ന് വാഗ്ദാനം നൽകിയിട്ട് പോയി എന്നല്ലാതെ പിന്നെ അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ ഇത്രയും മോശമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരെ ആശ്രയിക്കുന്നതെല്ലാം ഈ ആധാരമാണ്, സ്ഥലത്തിൻ്റെ ആധാരം. അതുകൊണ്ടാണ് ബാങ്കുകളിൽ ചെന്ന് ഈടായിട്ട് വെച്ച് അവർ ലോൺ എടുക്കുന്നത്. ഇപ്പോൾ മക്കളുടെ പഠനത്തിനാണെങ്കിലും ഒരു കല്യാണ ആവശ്യത്തിനാണെങ്കിലും വീടുകളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിലും ആകെയുള്ളത് ഒരു ആധാരമാണ്. അതിപ്പോൾ ഒരു വിലയില്ലാതെയായിപ്പോയി. കാരണം ബാങ്കുകളൊന്നും അത് സ്വീകരിക്കുന്നില്ല. മാത്രമല്ല ആളുകൾ ഇപ്പോൾ കടബാധ്യതയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 2015 എൻ്റെ ഭർത്താവ് മരിച്ചാണ്. അന്ന് തുടങ്ങി ഞാൻ വീടിൻ്റെ ലൈഫിൽ പേര് വന്നിട്ട് അന്ന് തുടങ്ങി നടക്കണം. ഓരോ തടസ്സങ്ങളായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ വഖഫിൻ്റെ ഇത് വന്നുകൊണ്ട് നമുക്ക് മറ്റേ NOC അതുള്ള സംഭവങ്ങളൊക്കെ ഒന്നും കിട്ടണില്ല. അതുകൊണ്ട് വീട് ആകെ ആവശ്യത്തിലേക്കാണ്. ഏത് നിമിഷവും വീഴുന്ന മട്ടി നിൽക്കണേണ്. ഒന്നും കാര്യത്തിൽ നടക്കില്ല. ഇത് തീർന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. 2 മക്കളുണ്ടായിരിക്കണം. പഠിപ്പിക്കാനൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. സ്ഥലം പട്ടയം പണം വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പോക്കുവരവ് നടത്തിയിട്ടില്ല. ഭർത്താവ് മരിച്ചിട്ട് അതിൻ്റെ പോക്കുവരവ് നടത്തിയിട്ടില്ല. പിന്നെ ആണെങ്കിൽ നമുക്ക് പട്ടയം പണം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിർത്തുന്നാൽ സൊസൈറ്റിയാണ് ഞങ്ങൾ ആശ്രയിക്കണം. ആ സൊസൈറ്റിയിൽ ഈ സംഭവം ഒന്നും എടുക്കണില്ല എന്ന് വെച്ചാൽ വഖഫിൻ്റെ ഒരു വീഴ്ച നിൽക്കണോണ്ട് അവർ ആരും ഇതൊന്നും സ്വീകരിക്കണില്ല. പിന്നെ നമ്മ വല്ല പലിശക്കിടക്ക് അങ്ങനെ വല്ല ബ്ലേഡുകാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏർപ്പെടണം. ഇപ്പം എൻ്റെ മക്കളെ പഠിപ്പിക്കാനാണെങ്കിലും ഞങ്ങൾക്ക് ലോണൊന്നും കിട്ടണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു വെലസ്റ്റാറിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എൻ്റെ മോളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. എന്നാൽ വഖഫിൻ്റെ ഇത് നിൽക്കണതുകൊണ്ട് ഒന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഒരു തരത്തിൽ ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റണില്ല. ഇത് തീർന്നാലും ഞങ്ങൾക്ക് ഇതിൽ മോശം കിട്ടിയതാലും മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വീട് ഇപ്പോൾ ഏത് അവസ്ഥയിലും വീട് നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ കാണാം. അതുപോലത്തെ അവസ്ഥയിലാണ് എൻ്റെ വീട് നിൽക്കുന്നത്. ഞാൻ പൊളിച്ചിടാഞ്ഞത് ദൈവാധീനം കൊണ്ടാണെങ്കിൽ ഞങ്ങൾ പെരുവഴി കിടക്കേണ്ടി വന്നേനെ. അത്ര ആവശ്യത്തിൽ നിൽക്കുന്നതാണ്. ഏത് നിമിഷം ഒരു കാറ്റ് വന്നാൽ പോലും ഞാൻ ഉറക്കം നിന്നിട്ടാണ് നിൽക്കണമെന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ ഉറങ്ങിപ്പോയിരുന്നാലും നമുക്ക് ഈ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉണർത്താനും ഞാൻ വേണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കാറ്റ് വന്നാലും ഒരു ഇടിവെട്ട് വരുന്നാലും ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കണേന്ന് വെച്ചാൽ ഈ വീട് അതുപോലെ ഇരിക്കണേ. വെട്ടിപ്പൊളിഞ്ഞ് തൊട്ടേ ഞാൻ പോക്കാണ്. അതുകൊണ്ട് ഒന്നും തൊടാനും പറ്റാത്ത അവസ്ഥയിലിരിക്കണേണ്. ഞങ്ങളെ മാതാവ് ഞങ്ങളെ കൈവിടില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം. ഞങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ സംഭവം ശരിയാക്കി കിട്ടിയാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ലോണ പിള്ളേരെ പഠിപ്പിക്കാൻ ഒന്നിന് പറ്റുള്ളൂ, ഒരു വീടിൻ്റെ കാര്യത്തിനാണെങ്കിലും. അപ്പം ഇത് എന്ന് തീരണം അതുവരെ ഞങ്ങൾ സമരത്തിന് തന്നെ പോയിക്കൊണ്ടിരിക്കും. അധികാരികൾ എന്ത് ചെയ്തെന്ന് തരുമെന്ന് വരെ നോക്കാൻ നിൽക്കണേ ഞങ്ങളെല്ലാവരും. കാർന്നമാരായിട്ട് ഇത് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. ഞങ്ങൾക്ക് ആധാരമുള്ള അസല ആധാരമുള്ള ഭൂമിയാണ്. അവർ ഉദ്ദേശിക്കുന്ന ഇതിനകത്ത് ഒരു ഇതില്ല, സത്യമില്ല. ഇല്ല, നമ്മൾ അംഗീകരിക്കില്ല. കാരണം നമുക്ക് നമ്മുടെ പേരിൽ പ്രമാണമുള്ള ഭൂമിയല്ലേ, പിന്നെ നമുക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു അവകാശം വരാൻ കാരണം ചരിത്രങ്ങൾ എങ്ങനെയല്ല നമുക്കറിയില്ല. എന്നാലും ഒരു ഉദ്ദേശം വെച്ച് പറയുന്നത് സിദ്ദിഖ് സൈഡ് എന്ന് പറഞ്ഞ ആളുടെ കയ്യിലാണ്, അയാളാണ് ഇത് ഫറൂഖ് കൊടുത്തുന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ അത് വഖഫായിട്ട് കൊടുത്തുന്നുള്ളതാണ് പറഞ്ഞ് കേട്ടേക്കണം. നമുക്കറിയില്ല, നമുക്ക് നമ്മൾ ചെറിയ പിള്ളേരാണല്ലോ. നമുക്ക് നമ്മുടെ സ്ഥലം പോലെ നമുക്ക് പൈസ ഇടാനുള്ള സാധ്യതയില്ല. അവർ കേസ് ഇടുന്ന സ്ഥലത്തിന് പൈസ ഇടാനും ബുദ്ധിമുട്ട്. അവർ കോടതിയിലുള്ള പൈസ കിട്ടിയ പോലെ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടൂല. എല്ലാത്തിനും തീരുമാനമാകണമെങ്കിൽ ഇതിനൊരു തീരുമാനമാകണമെന്ന് കാര്യങ്ങൾ നടക്കൂല. സത്യസന്ധമായ ഒരു കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇത് സത്യസന്ധമല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവർക്ക് ഞങ്ങൾ ഒഴിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നടപടികളുണ്ടല്ലോ, എന്നാൽ അവർക്ക് അത് സ്വീകരിച്ചൂടെ? അപ്പോൾ ഏത് ഇവിടുത്തെ നമ്മളെ രക്ഷപ്പെടാൻ പറ്റിയ ഏത് സർക്കാരാണെങ്കിലും 2-2.5 കൊല്ലം 3 കൊല്ലത്തോളം ഈ പരിപാടി നടക്കുന്നത്. ഇവരെന്തേ ഉറക്കം നടിക്കണത്? ഇവരെന്നാണ് ഉറക്കത്തിൽ നിന്ന് കൊണ്ടിട്ടണത്? നിസ്സാര സംഭവമല്ല. 10-600 കുടുംബങ്ങൾ കിടന്ന് അനുഭവിക്കണം. നിസ്സാര ഒരു കാര്യമല്ലത്. ഈ കാണുന്ന മണ്ണ് ജീവനുള്ള മണ്ണാണിത്, വെറും മണ്ണൊന്നുമല്ലത്. ഈ മണ്ണ് ചെളിയും വെള്ളവും കൽപ്പിടിയുമായിട്ട് അഴഞ്ഞു കിടക്കണ സമയത്താണ് 10-35 കൊല്ലത്തിന് മുമ്പ് ഞങ്ങളെല്ലാ സ്വാതന്ത്ര്യത്തോടും ഞങ്ങളിത് വാങ്ങിക്കണത്. എന്നിട്ട് ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ഈ നിങ്ങൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങളുടെ കഷ്ടപ്പാട്. ഞങ്ങളുടെ കാരണന്മാരുടെയും രക്തം വെള്ളമൊക്കെ ആയിട്ടാണ് ഈ ഭൂമി ഇങ്ങനെ കിടക്കുന്നത്.
അപ്പോൾ ഇവരെന്തുകൊണ്ട് ഇതെല്ലാം അറിയാൻ പാടുള്ള ആൾക്കാരാണ്. ഇതിനെപ്പറ്റി ഈ ഭൂമി മനം പമ്പിച്ച് തീരദേശ മത്സ്യത്തൊഴിലാളികളെ പറ്റി എല്ലാം അറിയാൻ പാടുള്ള ആൾക്കാരാണ്. എല്ലാം ഈ സംഭവം ഈ സർക്കാർക്ക് അറിയാം. എന്തുകൊണ്ട് ഇവർ ഇറങ്ങണ്? ഇവരാരെ പേടിച്ചിട്ടാണ്? സത്യസന്ധതയില്ലേ നാട്ടിൽ, ഈ ലോകത്ത്? ഇത് നിസ്സാര സംഭവമാണോ? ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ സമയം എത്രയോ കഴിഞ്ഞ് 3 കൊല്ലം ആകുമ്പോൾ ഞങ്ങളുടെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്ന് പഠിപ്പിച്ച് നല്ല അറ്റം വരെ കൊണ്ടുവന്നു. ഇവിടെ ഞങ്ങളുടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പം മെമ്പറും മറ്റാൾക്കാരും പറഞ്ഞവരെ പൈസ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. ഈ പൈസ ഞങ്ങൾ ഉണ്ടാക്കണത് ഒന്നല്ലെങ്കിൽ ഭൂമി കൊണ്ടേ പണയം വെക്കും, അല്ലെങ്കിൽ അധികം കുറച്ച് ഭൂമിയൊക്കെ ആണെങ്കിൽ 2 സെന്റ് 3 സെന്റ് വിൽക്കും. ഇതൊന്നിനും പറ്റണില്ല. ഞങ്ങളുടെ മക്കളുടെ ജീവിതം നാശകോശമായിരിക്കണിപ്പം. ഇതിന് നഷ്ടപരിഹാരം വരെ ഞങ്ങൾക്ക് മേടിച്ചിട്ട് വരും. അല്ലാണ്ടൊന്നും ഇത് അടങ്ങിപ്പോയി. ഇത് ചിലപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഞങ്ങൾ സത്യം ഞങ്ങളുടെ നെയ്താൻ്റെ പോലെ സ്ഥലത്തുകാരും ക്ലിയർ ആകും. പക്ഷെ ഞങ്ങളുടെ മക്കളുടെ ഭാവി നഷ്ടപ്പെടുന്ന ആര് സമാനം പറയും? ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഒരു കാര്യം. ഞങ്ങൾക്ക് ഇപ്പം ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പട്ടിണി കിടക്കും, 10 ദിവസം കിടക്കും. പക്ഷെ ഞങ്ങളുടെ മക്കൾ ഇതും കഴിഞ്ഞിട്ട് ഭാവി അവർക്ക് വേണ്ടിയാണ് ഈ കാരണന്മാർ ജീവിച്ചിരിക്കുന്നത്. അവരുടെ ഭാവി നശിഞ്ഞ് പോകണ കണ്ട് അങ്ങനെ കാരണന്മാർ കണ്ണടയാൻ സമ്മതിക്കോ? അപ്പം എനിക്ക് പറയാനുള്ളത് ആരും കുറ്റം പറയാനല്ല, ഒരു നല്ല ഒരു ഇത് തോന്നിയിട്ട്, കാരണം ഇത് സത്യം എന്താണെന്ന് ബക്കപ്പിന് തോന്നിയിട്ട് അവർ തന്നെ വന്ന് സംഗതി ഇത് ഒഴിവാക്കി തന്നാൽ അത്രയും നല്ലതാണ്. അല്ലാണ്ട് ഇതിലിങ്ങനെ നീണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാരണവശാലും ഇവിടെ വന്ന ഒരാൾ ഇതിൻ്റെ പേരും പറഞ്ഞ് ഒരു തരി മണ്ണിന് അവകാശം പറഞ്ഞ് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സമ്മതിക്കുമെന്ന് പറഞ്ഞത് വെറും വാക്കൊന്നുമല്ല അത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ആരാണെന്ന് ചോദിക്കും. ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ചിരി തോന്നും. പക്ഷെ അത് വേറെ ഒരു ദൈവമല്ല. ഞങ്ങൾ നമ്മുടെ ഈ പള്ളിയെ കണ്ടില്ലേ, ഈ പള്ളിക്കുന്ന സ്ഥലങ്ങളൊക്കെ കുണ്ടും കുഴി അറപ്പേക്കായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ കാരണന്മാർ ഇവിടെ മാറി വന്ന പുരോഹിതന്മാർ, അച്ഛന്മാർ ഇവിടെ കഷ്ടപ്പാടിൻ്റെ പോലെയാണ് ആ സ്ഥലമൊക്കെ അങ്ങനെ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് കാര്യം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കില്ല. ഒരു പകൽക്കൊള്ള എന്താ പറയുന്നത്, ഇതിന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ ഇപ്പം ഞങ്ങളിപ്പം മാന്യമായിട്ട് നല്ല രീതിയിൽ മാത്രമാണ് ഇതിങ്ങനെ എല്ലാവരും ബഹുമാനിച്ച് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോണത്. ഞങ്ങളെ കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ സകലവർക്ക് അറിയാൻ പാടാണ്. എന്തോരം ജീവൻ രക്ഷിച്ച് അവൻ്റെ ജീവൻ ഉപേക്ഷിച്ചിട്ടാണ് ഈ കണ്ട ആളിലേക്ക് പോയി രക്ഷിച്ചിട്ട് വന്നത്. അവൻ്റെ ജീവൻ ഒരു വിലയും കൊടുക്കാണ്ട് അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ഇതിനകത്ത് ഇപ്പോൾ ഈ ബക്കപ്പല്ല അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടെങ്ങനെ പല ആൾക്കാരും രക്ഷപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അന്നൊക്കെ ഇത് ബക്കപ്പാണ്, അല്ലെങ്കിൽ ഹിന്ദുവാണ് ക്രിസ്ത്യാനെന്ന് ചോദിച്ചോണ്ടല്ല, അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാണ് ഇവർക്ക് ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്തിയേക്കണത്. അത്രയും ഉപകാരം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ഇത് ഒരാൾ പോലും ഇതിന് തിരിഞ്ഞു നോക്കാത്തത്? ആരെ പേടിച്ചിട്ടാണ്? സത്യമല്ലേ? ഇനി സത്യത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റും ആരുമില്ല ഇവിടെ. മുനമ്പം ചെറായി മേഖലയിലെ കുടിയേർക്ക് പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് തീരദേശ ജനത മുന്നോട്ട് വയ്ക്കുന്നത്.